ഹലോ ഈകളെ തിരക്കാ? എടാ തിരക്കാ? ഹലോ എടാ തിരക്കാ? ഒന്നുമില്ല, ചുമ്മാ വിളിച്ചാ. ഞാൻ ലൈവാ, അപ്പൊ നിന്നെ വിളിക്കാടാ. ഞാൻ കൊറേ പറഞ്ഞു നോക്കിയാടാ ഇവരോട്, ഇവര് വിടുന്നില്ലടാ. എന്നെ സ്പാം ചെയ്ത് എന്നെ ഇരിക്കാനും നിൽക്കാനും വിടുന്നില്ല. അതുകൊണ്ട് വിളിച്ചാടാ, സോറിയടാ. ക്ലോത്തിങ് ബ്രാൻഡാ? എന്താ പേരെന്താ? ബ്രാൻഡ് പേരിട്ടാ? ഓ കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ്. ഇതെന്താ പിന്നെ ഓൺലൈൻ സ്റ്റോറാ? എവിടെ എവിടെ തുടങ്ങാ? അടൂരാ? പൊളിക്ക് പൊളിക്ക്. എടാ ഞാൻ ചെയ്യുന്ന ഇതെന്താടാ? ഒരു മിനിറ്റ്, നീ ആദ്യമായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്? രണ്ടാമത്? ആദ്യത്തെ പൊട്ടിയല്ല വിജയിച്ചാ? എടാ ഞാൻ അനക്ക് മാത്രം എന്താടി അവസ്ഥ? ഞാൻ ഒരു 4-5 ബിസിനസ് ചെയ്തോ, എന്റെ എല്ലാം പൊട്ടിയടാ. എന്താ എനക്ക് മാത്രം ഈ അവസ്ഥ? കൊറേ എണ്ണം പൊട്ടി. ഇനി എനിക്ക് ധൈര്യമില്ലടാ, ധൈര്യം കുറവാ. ലൈനാ? എടാ എനക്ക് ആകെ ഒരു ലൈന ഉണ്ടായിട്ടില്ല, അത് പൊട്ടിയിൽ പിന്നെ ഞാൻ ലൈനിലേക്ക് പോയിട്ടില്ല. അടുത്ത വരുമായിരിക്കും അല്ലേ? സുന്ദരായ? എടാ അത് ശരിക്കും ഉള്ളതാ? ഇവര് ട്രോൾ ചെയ്യുന്നല്ലേ? ശരിക്കും നെയ്മറിനെ പോലെ ഉണ്ടെന്നെ കാണാൻ? ഫുട്ബോൾ കാണല്ല, പിന്നെ നീ എന്നാ കാണല്? അയ്യേ കളവൻ. ക്രിക്കറ്റാ? 1980s ജനിച്ചവര് മാത്രം കാണുന്ന ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. എനിക്ക് സത്യം പറയല, എനിക്ക് ഇത്രയും ഹെയ്റ്റ് ഉള്ള ഒരു ഗെയിം അറിയില്ല, ഒരു സ്പോർട്സ് അറിയില്ല. ക്രിക്കറ്റ് അയ്യേ എടാ അത് പറയാൻ പറ്റില്ല, അത് ഇപ്പൊ ഒരാൾക്ക് ഒരേതാ. സോറി മൈ ബാഡ്. എടാ പിന്നെ നമ്മള് തമ്മിലൊരു സാമ്യത ഉണ്ട്. ഞാൻ ഇപ്പൊ ഓർത്തെ, നീയും BM എടുത്തിട്ട് പണി കിട്ടി, ഞാനും BM എടുത്തിട്ട് പണി കിട്ടി. ആ എഞ്ചിൻ ലീക്ക്, ABS മോഡ്യൂള്, കൊറേ പണിയുണ്ട്, എന്തെല്ലോ ഉണ്ട്. ആ കാര്യം ഇവർക്ക് ഈ പ്രീമിയം വണ്ടികൾ എടുത്താ വരുന്ന പണികൾ അറിയില്ല, അതാണ്. ഞാൻ എടുത്തിട്ട് എൻ്റെ ഓടിക്കാൻ കിട്ടിയതിനേക്കാളും കൂടുതൽ വർക്ക്ഷോപ്പിലാണ് കയറ്റിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം എല്ലാം തീർത്ത് ഒരു 10-15 ലക്ഷം റുപ്യേന്റെ പണി ഞാൻ എടുത്ത്. ഇപ്പൊ ഏകദേശം എല്ലാം തീർത്ത് ഇപ്പൊ എന്തോ ചെറിയ 1-2 പണിയേ ഉള്ളൂ. മൈൻഡ് എഞ്ചിൻ മാറ്റി വെക്കാനാ? എടാ ഒരു സാധനം ചോദിക്കട്ടെ? ഒരു കിടിലൻ സംഭവം ഇപ്പൊ മൈൻഡിൽ വന്നേന്ന്, കണ്ടന്റാണ്. നിന്റെ BM വേഴ്സസ് എന്റെ BM റേസ്. അതെങ്ങനുണ്ട്? ഓ ആ പറ. ഓ എടാ ഇതങ്ങനെ ഇല്ല, ഇത് നമുക്ക് ലീഗലായിട്ട് റേസ് നടത്താം. എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ഉണ്ടാവില്ലടാ. ഇതെല്ലാം കുറച്ച് ആണോ? ഓ വേണ്ട. ഞാൻ കുറച്ച് സമാധാനത്തിന്റെ പാതയിൽ പോവാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അത് മതി. വേണ്ട. ഓക്കെ പോഡ്കാസ്റ്റ് ഞാൻ ചോദിക്കാൻ നിൽക്കുക. പോഡ്കാസ്റ്റ് ഓടിക്കല്ലേ നീ സായിപ്പിനെ ഇൻവൈറ്റ് ചെയ്യും, എന്നെ ഇൻവൈറ്റ് ചെയ്യൂല അല്ലേ? ആ ശരിയാ, ഞാൻ കുറച്ചു കാലമായിട്ട് ആരും കോൾ എടുക്കല്ല, ഞാൻ മറന്നു.
നിനക്ക് മെസ്സേജ് അയച്ചാൽ പോരേനോ? നിനക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ പോരേനോ? എടാ ഞാൻ ചോദിക്കട്ടെ അടുത്ത ഗസ്റ്റ് ആരാ? ജസനാ? ഷസാമോ? ഓട്ടോ ഷസാമ്. എടാ ഷസാമ് നിനക്ക് കമ്പനി ഉണ്ടോ? ആ അത് ശരി. എടാ ഷസാമിന് പേയ്മെന്റ് കൊടുക്കണ്ടായിരുന്നില്ലേ? ഓട്ടോ അതെന്ത്? എടാ നമ്മളെല്ലാം വിളിച്ച പേയ്മെന്റ് ചോദിക്കുമല്ലോ. ആലോചിക്കട്ടെ. ചാറ്റ് പറ. ഈകളുടെ പോഡ്കാസ്റ്റിൽ പോകാൻ എത്ര പൈസ പറയണം? ചാറ്റ് പറ നോക്കട്ടെ. നിക്ക് നീ വീണ്ടെടുക്ക്. ചാറ്റിനോട് ചോദിക്കട്ടെ എത്ര പറയുമെന്ന് നോക്കാം. ഞാൻ എന്തായാലും നിന്റെ നിന്ന് പൈസ ഒന്നും വാങ്ങില്ല. നിക്ക് ചാറ്റ് എത്ര പറയുന്നത് നോക്കട്ടെ. എടാ എത്ര വാങ്ങാം? ഈകളുടെ പോഡ്കാസ്റ്റിൽ ഞാൻ പോലെ എത്ര വാങ്ങാം? ചാറ്റ് പറ. കോൾ ഉമ്മ. എടാ ഉമ്മാനെ വിളിക്കാൻ മറ്റേ സ്പാം ചെയ്തിട്ട് വരണ്ട. ഞാൻ വിളിക്കൂല മോനെ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിൽ ഇതാക്കണ്ട. ഈകളിൽ സസാമിനെ വിളിക്കാൻ പറയുന്ന പോലെ അല്ല ഉമ്മാനെ വിളിക്കല്. ഫ്രീ. ഓ എടാ എല്ലാരും 0 1 lakh. ഒരാള് 1 lakh crore 1 CR. എടാ ശരിക്കും മനസ്സിലായി. എടാ ഒരു കിഡ്ല സാധനമുണ്ട്. കിഡ്ല ഐഡിയ ഉണ്ട് പറഞ്ഞുതരാ. ഒരു യൂട്യൂബിൽ ആഡ് മോണിറ്റൈസേഷൻ അല്ലാണ്ട് പ്രൊമോഷൻ ഇതിൽ ഇതാ പിടിക്കുക. അതായത് ഒരു ഗസ്റ്റിനെ കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ആയിട്ട് ഒരു പ്രൊമോഷൻ പിടിക്കുക. മനസ്സിലാവും? എടാ നിനക്ക് കുറെ എൻക്വയറീസ് വരുന്നുണ്ടാവില്ലടാ ഗെയിമിങ് മറ്റേ ഇതിന്റെ അല്ലോ. പിന്നെ 95 കിലോമീറ്ററോ? അപ്പൊ നടക്കട്ടാ. എടാ ഇവര് പറഞ്ഞടാ നിന്നെ ഇടങ്ങാറാക്കാൻ വിളിച്ചാലോ ഇവരെന്നെ. ഓക്കെ ശരി. ഓക്കെ കാണാം. ബൈ. ലെറ്റ്സ് ഗോ. എടാ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ. ഞാൻ വിളിച്ചിട്ട് ഒരു നോർമൽ കോൺവെർസേഷൻ അല്ല ഒരാളായിട്ട്. അല്ലെങ്കിൽ ആരെയും വിളിച്ചാലും എന്തെങ്കിലും ഊക്കലുണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും തെറി വിളിക്കും, വെറുപ്പിക്കും, ഇങ്ങനെ. ആദ്യമായിട്ട് ഒരാളെ ഞാൻ ലൈവിൽ കോൾ ചെയ്തിട്ട് നോർമൽ മാൻ ടു മാൻ കോൺവെർസേഷൻ. മനസ്സിലാവും?